CBSE 10th സ്റ്റുഡൻസിന്റെ പോളിനോമിയൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു ജനറൽ ഫോം ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ a0 a1x a2x² പ്ലസ് എക്സെട്ര an x⁻n. അപ്പൊ എന്ത് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് ഒരിക്കലും 0 ആവരുത്. അതായത് ദാറ്റ് ഈസ് an not equal to 0. ഇപ്പൊ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ ഇവിടെ എഴുതുവാണെങ്കിൽ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എഴുതുവാണെങ്കിൽ p of x എന്ന് പറഞ്ഞാൽ a0 പ്ലസ് a1x വരും. അവിടെ a1 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലേക്ക് വരുമ്പോൾ p of x എന്ന് പറഞ്ഞ എന്ത് വരും? a0 a1x പ്ലസ് a2x² where a2 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഏത് ഡിഗ്രി ആണോ പറയുന്നത് അതിന്റെ കോഎഫിഷ്യന്റ് ഒരിക്കലും 0 ആവാതിരുന്നാൽ മതി. ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ 0 ആവാം. ഇപ്പൊ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് p of x എങ്കിൽ a0 വരാം, a1x വരും, a2x² വരും, ദെൻ പ്ലസ് a3x³ വരും. അവിടെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, s³ കോഎഫിഷ്യന്റ് a3 നോട്ട് ഈക്വൽ ടു 0 വരും. അപ്പൊ ബാക്കി ഏത് ടേം വേണമെങ്കിലും അവിടെ 0 ആവും. നമ്മൾ ഏത് ഡിഗ്രി ആണോ പറയുന്നത് അതിന്റെ കോഎഫിഷ്യന്റ് ഒരിക്കലും 0 ആവരുത് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ p of x നമ്മൾ എടുക്കുമെന്ന് വെച്ചോ. അപ്പൊ ഇവിടെ 2s² പ്ലസ് 1. ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, കാരണം s²ന്റെ കോഎഫിഷ്യന്റ് അവിടെ 2 ഉണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് s² എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. p of x എന്ന് പറഞ്ഞാൽ 2s² പ്ലസ് എക്സ്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്, കാരണം കോഎഫിഷ്യന്റ് ഓഫ് s² നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇവിടെ നോക്കാം, x² കോഎഫിഷ്യന്റ് 0 അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും അത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ബാക്കി എന്ത് ടേം വേണമെങ്കിലും അവിടെ 0 ആവാതിരിക്കുകയോ ചെയ്യാം. ഒരു പോളിനോമിയൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിക്കാൻ ഒരു പോളിനോമിയൽ തരികയും ആ പോളിനോമിയലിന്റെ സീറോസും അത് വെച്ച് നമ്മൾ എങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതാം എന്നുള്ളതെല്ലാം ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കാം, ഇപ്പൊ x-a എന്ന് പറയുന്നത് ഒരു x-a ഈസ് എ ഫാക്ടർ ഓഫ് എ പോളിനോമിയൽ. ഈസ് എ ഫാക്ടർ ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് x-a. ആ x-a ഈക്വൽ ടു നമുക്ക് 0 കൊടുക്കാം. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് വരും? a വരും. അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയലിൽ തിരിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ p of x എന്ന പോളിനോമിയലിൽ എക്സിന് a കൊടുക്കുമ്പോൾ p of a ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ ഈ x-a എന്ന് പറഞ്ഞ ഫാക്ടർ ആയിട്ട് കിട്ടും. അപ്പൊ x ഈക്വൽ ടു ഈ a നമ്മൾ പറയുന്നതാണ് 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറയും. 0 ഓഫ് എ പോളിനോമിയൽ, ഒരു പോളിനോമിയലിന്റെ 0 എന്ന് പറയും. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ ഒരു പോളിനോമിയലിന്റെ 0 എന്ന് പറഞ്ഞാൽ, ഇപ്പൊ x ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലിന്റെ 0 ആണെങ്കിൽ ഈ p of a ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അങ്ങനെ 0 വന്നാൽ മാത്രമേ x ഈക്വൽ ടു a എന്ന് പറയുന്നത് ആ പോളിനോമിയലിന്റെ 0 ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു പോളിനോമിയൽ p of x നമുക്ക് തന്നേക്കുവാണ്, x-1 ഒരു പോളിനോമിയൽ തന്നേക്കുവാണ്. ഇവിടെ x എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് a എന്ന് പറഞ്ഞാൽ 1. ഈ a എന്ന് പറഞ്ഞാൽ 1 ആയി കഴിഞ്ഞാൽ ഈ പോളിനോമിയലിന്റെ 0 ആണ് 1 എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ a എന്ന് പറഞ്ഞാൽ 1 ഈ പോളിനോമിയൽ കൊടുക്കണം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 0 അല്ലേ? അപ്പൊ p of 1 ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 0 ഓഫ് എ പോളിനോമിയൽ പറയാം. 0 ഓഫ് എ പോളിനോമിയലിന്റെ 0 ആണ് x ഈക്വൽ ടു 1 എന്ന് പറയാം. ഇപ്പൊ അനദർ എക്സാമ്പിൾ നോക്കുക. p of x ഈക്വൽ ടു s² മൈനസ് x ആണ്. ഇവിടെ നമുക്ക് ഈ പോളിനോമിയലിന്റെ 0 ആണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ എക്സിന് നമ്മൾ 1 എന്ന വാല്യൂ കൊടുത്തു. അപ്പൊ p of 1 കൊടുക്കാം. p of 1 എന്ന് പറഞ്ഞാൽ 1² മൈനസ് 1 വരും. 1² എന്ന് പറഞ്ഞാൽ 1 വരും, മൈനസ് 1 വരും. അപ്പൊ 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 വരും. കണ്ടോ? ഈ എക്സിന്റെ വാല്യൂ 1 ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഈ വാല്യൂ ആൻസർ p of 1 0 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ 0 ഓഫ് എ പോളിനോമിയൽ. ഈ പോളിനോമിയൽ 0 ആണെന്ന് പറയാൻ പറ്റും.